അടുത്ത ദിവസം വന്നപ്പോൾ ഒരു ഹമൂറിൻ്റെ കുട്ടീനെ കിട്ടോ, ഹമൂറിൻ്റെ കുട്ടീനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിക്ക് തന്നെ ഇടുകയാണ്, റിലീസ് ചെയ്യാണ്. ഇതൊക്കെ വലിയ മീനാണ്, സാധനമാണല്ലോ, അതിക്ക് തന്നെ ഇടാം നമുക്ക്. അടുത്ത നമുക്കൊരു വറ്റനെ കിട്ടിയിരിക്കണത്. ഇതിനൊക്കെ നമ്മൾ എടുക്കൊണ്ട് കഴിക്കാൻ. ഇത് നമ്മൾ കാണാത്തൊരു മീനാണ്. ഇതെന്താ മീനിൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നമുക്ക് നല്ലൊരു പല്ലിക്കൂരനെ കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പല്ലിക്കൂരയാണ്. നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കാളാഞ്ചിനെ തോണിക്കാരൻ്റെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ തോണിയിട്ട് അതിൻ്റെ ഫൈറ്റ് കൊണ്ട് സാധനം തോണി മൂപ്പർക്ക് വേറെ ചൂണ്ടെല്ലാം കഴിയാത്തതുകൊണ്ട് ആ കുറ്റിമ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പോയോക്കാം, അത് സാധനത്തെ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല അടിപൊളി സാധനം, നല്ല വലിപ്പമുള്ള സാധനമാണ്. കണ്ടിട്ട് നമുക്കൊരു 10 കിലോത്തിൻ്റെ മേലെ കാഴ്ചയിലൊക്കെ വരുന്നുണ്ട് സാധനത്തിൻ്റെ വലിപ്പം കണ്ടിട്ട്. ഭയങ്കര ഫൈറ്റാണ്. തോണിയിലിട്ടിട്ട് തോണി അയാൾക്ക് ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താൻ കഴിയണില്ല, തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആഞ്ചിയിട്ടേ. അപ്പോൾ സാധനത്തിന് ഇവിടെ കുറ്റിമ കെട്ടിയിട്ട് വയ്ക്കുകയാണ്. ഞാനിലങ്ങനെ ആ ചീനിവലിൻ്റെ കൂടി കെട്ടുകൂടിയൊക്കെ ഒന്ന് കയറിങ്ങാണ്ട് ഇങ്ങനെ പോയിങ്ങാണ്ടൊന്ന് എടുക്കാൻ വേണ്ടി നോക്കി. നമുക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയത്. കുറേ താഴ്ചയിലാണത്. നല്ല സൈസാണ്, നല്ല വലിപ്പമുള്ള സൈസാണ്. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ട് കിട്ടിയ മീനുകളാണ് ഇപ്പോൾ ഇത്. നമ്മൾ ചെറിയ ചെമ്മീനോട്ട് പൊടിച്ച മീനോട്ട് ഇട്ടുകൊണ്ട് കിട്ടിയ സാധനമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.